ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ജനനേതാക്കളും ഭരണകർത്താക്കളും വിവാദത്തിൽപ്പെടുന്നത് ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. പക്ഷേ സർക്കാർ തീരുമാനങ്ങളും നയങ്ങളും നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ തലക്കെട്ടുകളിൽ നിറയുന്നത്. അധികാരത്തിൽ ഇരിക്കുന്നവരും അധികാരത്തിലുള്ള പാർട്ടിയും നന്മയുടെ നിറകുടമെന്ന സമൂഹമാധ്യമത്തിലൂടെ ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് പറയാമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. വിഴിഞ്ഞം പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പോകുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിനെ കർണന് പോലും അസൂയ തോന്നും വിധം ഈ KKR കവചം എന്ന് വിശേഷിപ്പിച്ച പോസ്റ്റാണിപ്പോൾ വിവാദമായിട്ടുള്ളത്. ദിവ്യ എസ് അയ്യർക്കെതിരായ സൈബർ ആക്രമണങ്ങൾ അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവരെ ശബരിനാഥിന്റെ ഭാര്യയും G കാർത്തികേയന്റെ മരുമകളും മാത്രമായി കാണുന്ന നിലപാടും വിമർശിക്കപ്പെടണം. എന്നാൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയ്ക്ക് വേണ്ട ഔചിത്യം ദിവ്യ എസ് അയ്യർ മറന്നിട്ടുണ്ടോ? പുകഴ്ത്തലിനെ ഉയർത്തിപ്പിടിക്കുന്നവർ വിമർശനമായിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. വിമർശിച്ച പോസ്റ്റിന് സർക്കാരിന്റെ നോട്ടീസ് ലഭിക്കുമായിരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. നന്മയുള്ളവരെക്കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ട എന്ന മറുപടി നൽകുമ്പോൾ സർക്കാർ നന്മ കൊണ്ട് മഴയും വെയിലുമേറ്റ് 67 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിയുന്ന പാവം പെണ്ണുങ്ങളെയും ദിവ്യ എസ് അയ്യർ കാണേണ്ടതല്ലേ? ADGP അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ച ദിവസം കൂടിയാണ് ഇന്ന്. പാദസേവകർക്ക് നല്ല കാലമോ എന്നതാണ് ചോദ്യം. ഇടത് സഹയാത്രികൻ റിജി ലൂക്കോസ്, N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, K ഷാജി മാധ്യമപ്രവർത്തകൻ, ശ്രീജിത് പണിക്കർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയുള്ളത്. ഞാൻ ആദ്യം മാധ്യമപ്രവർത്തകൻ K ഷാജിയിലേക്കാണ് പോകുന്നത്. ശ്രീ K ഷാജി, ദിവ്യ എസ് അയ്യർ നടത്തിയ പ്രതികരണം അത് ഒരു പാദസേവകയുടെ പ്രതികരണമായിട്ടാണോ താങ്കൾ കാണുന്നത്? അതോ ദിവ്യ എസ് അയ്യർ എന്ന ഉദ്യോഗസ്ഥയുടെ സ്വാതന്ത്ര്യം, അവർക്ക് നല്ലതിനെ നല്ലതെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവർ ഉപയോഗിച്ചു എന്ന രൂപത്തിൽ കാണുന്നവരുണ്ട്? ഇതിൽ വന്നിരിക്കുന്ന വിമർശനങ്ങൾ പല വിധത്തിലാണല്ലോ. അവരെ ഒരു ഭാര്യയും മരുമകളും മാത്രമായി കണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം ഒരു വശത്തുനിന്ന് വരുന്നു. അപ്പുറത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ പറയാമോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നു. യഥാർത്ഥത്തിൽ അതാണോ ഉന്നയിക്കപ്പെടേണ്ട ചോദ്യം? വാസ്തവത്തിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാധ്യമപ്രവർത്തകരെല്ലാം വിശാലമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അനുകൂലിക്കുന്ന ആളുകളാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം തന്നെ ഒരു ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവിന്റെ കുടുംബത്തിന്റെയോ രാഷ്ട്രീയം അതേപടി പിന്തുടരണമെന്ന് ഒരു നിയമവുമില്ല, ഒരു കാഴ്ചപ്പാടുമില്ല, അങ്ങനത്തെ ഒരു സമീപന രീതിയില്ല. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തീർത്തും എതിർക്കപ്പെടേണ്ടതാണ്. അതിനൊക്കെ ഒരു പാട്രിയാർക്കിയുടെ ഭാഗമായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു സർക്കാരിലെ ഉയർന്ന തലത്തിൽ വിന്യസിച്ചിരിക്കപ്പെട്ടിരുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥ ഇങ്ങനെയൊക്കെ പറയാമോ? അതിലൊരു ഔചിത്യം വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മളൊന്ന് നോക്കണം, ഇന്നത്തെ ദിവസം തന്നെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട IASകാരിൽ ഒരാളായ N പ്രശാന്ത് ചീഫ് സെക്രട്ടറിയെ നേരിൽ കണ്ട് തന്റെ കുറെ ആവലാതികൾ സംസാരിക്കാൻ പോയിട്ടുള്ളത്. ഈ പ്രശാന്തിന്റെ പല കാര്യങ്ങളിലും ഞാൻ പരസ്യമായി വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എടുക്കുന്ന സമീപന രീതി, പല പ്രശ്നങ്ങളെയും അദ്ദേഹം ഹാൻഡിൽ ചെയ്ത രീതി, അതുപോലെ തന്നെ തനിക്കെതിരായി വരുന്ന ആക്ഷേപങ്ങളോട് പരാതികളോട് അദ്ദേഹം എടുക്കുന്ന രീതിയോടൊക്കെ വിയോജിപ്പുണ്ട്. പക്ഷെ മറുവശത്ത് പ്രശാന്തിന്റെ സത്യസന്ധത, പ്രശാന്തിന്റെ ആത്മാർത്ഥത, പ്രശാന്ത് ചെയ്ത കാര്യങ്ങളിൽ അയാൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സമീപനം, പക്ഷപാതിത്വം, എല്ലാ മനുഷ്യരെ ഉൾക്കൊള്ളാനുള്ള രീതി, അതെല്ലാം ഒന്നും ആരും ശത്രുക്കൾ പോലും എതിർക്കുന്ന ഒരാളല്ല. പക്ഷെ അങ്ങനെ ഒരാൾക്ക്, വളരെ സത്യസന്ധനായിട്ടുള്ള അഴിമതിരഹിതനായിട്ടുള്ള ഒരാൾക്ക് സ്വന്തം അഭിപ്രായം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് നാളായി വീട്ടിലിരിക്കേണ്ട വന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ തനിക്ക് നീതി തേടിക്കൊണ്ട് ചീഫ് സെക്രട്ടറിയെ പ്രശാന്തിനെ പോലെ ഒരു മുതിർന്ന IASകാരൻ സമീപിക്കുന്ന ദിവസം തന്നെയാണ് കേരളത്തിലെ വലിയൊരു പാർട്ടിയുടെ ഭരണകക്ഷിയുടെ ഒരു പ്രമുഖനായ നേതാവ് രാഷ്ട്രീയമായി അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്ഥാനത്തെ വലിയ നിലയിൽ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തെ കർണനൊക്കെയായി മാറ്റി പറഞ്ഞുകൊണ്ട് വലിയൊരു പുകഴ്ത്തല് ദിവ്യ എസ് അയ്യരെ പോലെ ഒരാളിൽ നിന്ന് വരുന്നത്. ഇപ്പൊ നമ്മൾ കുറെ കാലമായിട്ട് അറിയാം. പണ്ട് ഈ മൂവാറ്റുപുഴയിലോ മറ്റേ അവർ ദിവ്യ എസ് അയ്യർ സബ് കളക്ടറായിരുന്ന ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. അക്കാലഘട്ടത്തിൽ തെക്കൻ കേരളത്തില് ഏതോ ഒരു പുരാതനമായ ഒരു അമ്പലത്തിൽ അവരുടെ തൂക്കത്തിനൊപ്പം മറ്റെന്തോ വസ്തുക്കളൊക്കെ നിറച്ചുകൊണ്ട് ഒരു തൂക്കം പോലെയുള്ള ഒരു വഴിപാടിൽ അവർ പങ്കെടുക്കുന്നതിന് വലിയൊരു പത്രപരസ്യം തന്നെ വന്നിരുന്നു. അന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു, വ്യക്തി എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ അവർക്ക് അതിലൊക്കെ പങ്കെടുക്കാം. പക്ഷേ ഒരു സബ് കളക്ടർ എന്ന വിശേഷണം ഉപയോഗിച്ചുകൊണ്ട് അവരിങ്ങനെ പോകുന്നു.
ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലൊക്കെ അവർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നു, അവർ അദാനിയെ പ്രശംസിക്കുന്നു, സംസ്ഥാന ഗവൺമെന്റ് മികവിനെ പ്രശംസിക്കുന്നു. അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു പദ്ധതി ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ട് ഗവൺമെന്റും സ്വകാര്യ മേഖലയും കൂടി ചേർന്ന് കൊണ്ടുവരുന്ന ഒരു പദ്ധതി സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ അവിടെ ഒരു ഔചിത്യത്തോടു കൂടി മാത്രം കാര്യങ്ങൾ പറയുക, അതിന്റെ അപ്പുറം കയറിക്കളിച്ച് കുറെ കൂടി മുന്നോട്ട് പോയി ഒരു സർക്കാരിന്റെ PR അല്ലെങ്കിൽ സർക്കാരിന്റെ ന്യായീകരണവാദിയോ സർക്കാരിന്റെ പുകഴ്ത്തുന്ന ആളോ മാറാനുള്ള ഒരു രീതി ശരിയല്ല. അങ്ങനെ ഒരു സമീപനം നമ്മുടെ സിവിൽ സർവീസിൽ നിന്ന് വരാൻ പാടില്ല. സിവിൽ സർവീസിന്റെ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. ഇപ്പൊ ജിന്റെ കുട്ടിക്കാലത്ത് നമ്മൾ വയനാട്ടില് രവീന്ദ്രൻ നമ്പി എന്ന് പറഞ്ഞ ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇന്നും വയനാട്ടിലുള്ള ആളുകൾ നന്ദിയോടെ ഓർക്കുന്നത് എടക്കൽ മല പൊട്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാറ മാഫിയകൾക്ക് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചപ്പോൾ ആ കളക്ടർ അതിനെതിരെ ശക്തമായി നിലനിന്നു. അദ്ദേഹത്തെ അവിടെ സ്ഥലം മാറ്റി ജനരോഷം കൊണ്ട് അദ്ദേഹം തിരിച്ചു കൊണ്ടുവരണമെന്നു. അങ്ങനെയുള്ള കളക്ടർമാരുണ്ട്. കോഴിക്കോട്ടെ KJ ജയകുമാറിനെ പോലെ അമിതാഭ് കാന്തിനെ പോലെയുള്ള കളക്ടർമാർ വന്നതുകൊണ്ടാണ് കോഴിക്കോട് ഒരുപാട് മുന്നോട്ട് പോകാൻ. അത് വിനോദസഞ്ചാര മേഖലയിലായാലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും പാരിസ്ഥിതിക സംരക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് മുന്നോട്ട് പോകാൻ, സാംസ്കാരികമായിട്ടുള്ള പരിപാടികളുടെ കാര്യത്തിലായാലും പാരാജന സ്ക്വയറിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ വളരെ സദ്ഭരണം കൊണ്ടുവന്ന കളക്ടർമാരുണ്ട്. ആർക്കും വിയോജിപ്പില്ല. പക്ഷെ കളക്ടർമാർ രാഷ്ട്രീയം പറയാൻ പാടുണ്ടോ? IAS രാഷ്ട്രീയം പറയാൻ പാടുണ്ടോ? സിവിൽ സർവീസിലുള്ള ആളുകൾ അവരുടെ രാഷ്ട്രീയ യജമാനന്മാരുടെ മുന്നിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇതില് രാകേഷ് എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു സ്ഥാനം തന്നെയാണ്. കാരണം ഇന്നത്തെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ സെക്രട്ടറിയേക്കാളും സംസ്ഥാന സെക്രട്ടറിയേക്കാളും അധികാരത്തിലും ശ്രേണിയിലും പദവിയിലും ഒക്കെ വളരെ മുകളിലാണ്. കാരണം ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കണ്ണൂരിന്റെ സെക്രട്ടറി തന്നെ പാർട്ടിയിൽ വലിയ ഒരാളാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്നുള്ളതാണ് കള്ളൻ എന്നൊക്കെ വിളിക്കുന്നതും ചർച്ചയുടെ പേര് തന്നെ ഈ പുകഴ്ത്തൽ. അപ്പൊ നമ്മൾ നോക്കുക, പുകഴ്ത്താത്ത ഒരുപാട് ആളുകൾ സിവിൽ സർവീസിൽ തന്നെ അസംതൃപ്തരായി ഗതികെട്ടാപ്രേതങ്ങളായി എങ്ങോട്ടൊക്കെ പോയ അവസ്ഥകളുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ജേക്കബ് തോമസിനെ പോലെ ആളുകളുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. മറുവശത്ത് പുകഴ്ത്തിയ ആളുകൾ PH കുര്യനാവട്ടെ, K എബ്രഹാം ആവട്ടെ, അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം ഒരുപാട് വലിയ സാധ്യതകൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് അവസരം വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ നാളെ റിട്ടയർ ആയി പോയാലും നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാവും. എല്ലാ കാലത്തും നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ ഉണ്ടാവും. അവിടെ വരുന്നത് ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ സ്ത്രീ വിരുദ്ധമായ ഒരുപാട് കമന്റുകൾ സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ ദിവ്യ എസ് അയ്യർക്കെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. ഈ സമൂഹ മാധ്യമത്തിൽ കൂടെ തന്നെ തുടർച്ചയായി പ്രതികരിക്കുക, അതിലൂടെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പുതിയ കാലത്തെ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ് ദിവ്യ എസ് അയ്യർ. അപ്പോൾ ആ സമൂഹ മാധ്യമത്തിൽ കൂടി തന്നെയാണ് അവർക്ക് ആക്രമണം നേരിടേണ്ടി വരുന്നത്. ഈ ആക്രമണത്തിലേക്ക് മാത്രമായി ഈ വിഷയത്തെ ചുരുക്കാൻ പറ്റുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് മുഖ്യമന്ത്രി അതിനെ ചുരുക്കിയിരിക്കുന്നു. പക്ഷേ ഈ പറയുന്ന ഒരു ഭരണാധികാരിയെ അല്ലെങ്കിൽ പിണറായി വിജയനെയും ദിവ്യ എസ് അയ്യർ നേരത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പറയുന്നു, ഈ സർക്കാരിനെ പുകഴ്ത്തി പറയുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട നയങ്ങൾ നടപ്പാക്കേണ്ട ആൾ തന്നെയാണ് IAS ഉദ്യോഗസ്ഥ എന്നുള്ളത്. പക്ഷേ അതിനുശേഷം ഈ പാർട്ടിയെ കൂടി, ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ കൂടി പുകഴ്ത്തുക എന്നുള്ളത് ഒരു IAS ഉദ്യോഗസ്ഥ ചെയ്യാൻ പാടുമോ എന്ന ചോദ്യം അവിടെയുണ്ട്. ആ ചെയ്തതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? സ്മൃതി, ആദ്യം പറയാനുള്ളത്, പുതിയ കാലത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള കുറേ IAS ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട്. കേരളമെന്നല്ല ലോകം തന്നെ രാഷ്ട്രീയപരമായിട്ട് മറ്റു പല കാര്യങ്ങളിലും ഒരുപാട് മുമ്പോട്ട് പോയിരിക്കുന്നു. പഴയകാല കൺവെൻഷനലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഇനി മതിയെന്ന് പറയുന്ന കാലം മാറി. കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിന്, ഗ്ലോബൽ മലയാളി സമൂഹത്തിനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പുതിയ കാലത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമുക്ക് പറയാവുന്ന അപൂർവം ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥകളിൽ ഒരാളാണ് ദിവ്യ എസ് അയ്യർ. അവരെ സാമൂഹ്യ മാധ്യമത്തിലൂടെ വേട്ടയാടുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അപജയം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഒന്ന്, അവർ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അവരെവിടെ രാഷ്ട്രീയം പറഞ്ഞേ? അവർ ബഹുമാനപ്പെട്ട K രാധാകൃഷ്ണൻ മിനിസ്റ്റർ അന്ന് മന്ത്രിപദം ഒഴിഞ്ഞ് പാർലമെന്റിലേക്ക് പോയി മന്ത്രിപദം ഒഴിഞ്ഞപ്പോൾ K രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ കേരളം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെക്കുറിച്ച് അവർ പറഞ്ഞ നല്ല വാക്കുകൾക്കും ഇതേ വൃത്തികെട്ട കമൻറ്റുകളും സൈബർ ആക്രമണവും ഈ പറയുന്ന എതിരാളികൾ പുറത്തുവിട്ടു. അത് അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ പൊതുസമൂഹം, പ്രത്യേകിച്ച് കേരളത്തിന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നുള്ള ആധുനികമായി ചിന്തിക്കുന്ന അപ്ഡേറ്റഡ് മനസ്സുള്ള
കേരളത്തിൻ്റെ യുവത്വം ഇത് അംഗീകരിക്കത്തില്ല. അവരെന്ത് തെറ്റാ ചെയ്തത്? കെ രാഘവേഷ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെ അവർ പിന്നെ അതിനെ ഏറ്റവും നന്നായിട്ട് തന്നെ അവർ കമന്റ് ചെയ്തു. ശ്രീ റെജി ലൂക്കോസ്, അതാണ് എനിക്കറിയേണ്ടത്. നന്നായി കമന്റ് ചെയ്തതുകൊണ്ട് ഓക്കെ, അതൊരു മോശം കമന്റ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? അപ്പോഴേക്കും നോട്ടീസ് വരില്ലേ? ഒരു മോശം കമന്റ് പറയാനുള്ള സ്വാതന്ത്ര്യം IAS ഉദ്യോഗസ്ഥയ്ക്കുണ്ടോ? അല്ല, മോശം കമന്റ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നത് അവർ പറയുന്നു എന്നുള്ളതല്ല. ഞാൻ ചോദിക്കുന്നത് ഒരു IAS ഉദ്യോഗസ്ഥരുടെ സ്വാതന്ത്ര്യം അത് ഏതുവരെയാണ് എത്തുന്നത്, എവിടെയാണ് അതിനൊരു അതിർവരമ്പ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പുകഴ്ത്താം, പക്ഷേ നിങ്ങൾക്ക് വിമർശിച്ചുകൂടാ എന്നൊരു സന്ദേശം നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുകയാണല്ലോ. പ്രശാന്ത് IAS ഈ പറയുന്ന പുതിയ സംവിധാനങ്ങൾ, പുതുതലമുറയിലെ ഈ പറയുന്ന സമൂഹ മാധ്യമ സംവിധാനങ്ങളൊക്കെ നന്നായി ഉപയോഗിക്കുന്ന IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? സുപ്രീം കോടതി പ്രൊസീഡിംഗ് പോലെ തന്നെ തൻ്റെ ഹിയറിങ്ങും എല്ലാവരും കാണട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോഴെന്താണ് അത് സംഭവിക്കാതിരുന്നത്? ഇപ്പോൾ കോടതിയിൽ പോലും എല്ലാം കോടതിയിലെ നടപടിക്രമങ്ങൾ ജനം കാണുകയല്ലേ. ഇതിലെന്താണ് രഹസ്യാത്മകത എന്ന് ചോദിക്കുമ്പോൾ അതിന് കൂടി മറുപടി വേണ്ടേ? രണ്ടും ഒരേ രൂപത്തിൽ നോക്കേണ്ട കാര്യമല്ലേ, കാണേണ്ട കാര്യമല്ലേ? അല്ല, തീർച്ചയായിട്ടും അതിന് മറുപടി വേണം. അല്ല സ്മൃതി, തീർച്ചയായിട്ടും അതിന് മറുപടി വേണം. കാരണം നമ്മളിപ്പോൾ സ്മൃതി ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, എല്ലാം ജനങ്ങൾ ആണെന്നല്ലോ. ജനങ്ങൾ കാണുന്നത് തന്നെയാണ്. ജനങ്ങളാണ് കാഴ്ചക്കാർ, ജനങ്ങളാണ് രാജാക്കന്മാർ. പ്രശാന്ത് IAS കൈക്കൂലിക്കാരനാണെന്നൊരു അവകാശവാദം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോപണം ആരും ഇതുവരെ ഉയർത്തിട്ടില്ല. പക്ഷേ പ്രശാന്ത് IAS എന്ന് പറയുന്ന വ്യക്തി കളക്ടർ ബ്രോ എന്ന് കോഴിക്കോട് വെച്ച് വിശേഷണം കിട്ടിയ അദ്ദേഹത്തിൻ്റെ നിലപാടും ദിവ്യാശ്രയുടെ നിലപാടും തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടോ? പകലും രാത്രി തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ ജയതിലക് എന്ന് പറയുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ കുറിച്ച് പരസ്യമായിട്ടൊരു പോസ്റ്റ് ഇട്ട് അതിശയമാർഗമായിട്ടുള്ള തൻ്റെ പദവിയെ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് സംസാരിച്ച ആ വ്യക്തിയും ദിവ്യ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞത് അതേപോലെ ദിവ്യ പറഞ്ഞത് എന്താണെന്ന് പറയിപ്പിക്കുന്നില്ലോ നിങ്ങൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിഴിഞ്ഞം പദ്ധതിയിലെടുത്ത നടപടികളെക്കുറിച്ചും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നതിലെ അഭിമാനത്തെക്കുറിച്ച് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി ചെയ്യുന്ന നിശ്ചയദാർഢ്യമുള്ള പ്രവർത്തനയും അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലും ഒക്കെ കേരളത്തിലെ ഇന്നത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെ ശരിയെന്ന പക്ഷത്തുനിന്ന് വീക്ഷിക്കുന്ന ദിവ്യാശ്രീ അയ്യരെ പോലുള്ള ഒരാളെ ഈ രീതിയിൽ വേട്ടയാടുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത അവർക്കൊരു ഭർത്താവുണ്ട്. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ശരിയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് എവിടെയാണ് അതിർവരമ്പ് സൂക്ഷിക്കേണ്ടത് IAS ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. ഞാനൊന്ന് ശ്രീജിത്ത് പണിക്കറിലേക്ക് പോകുന്നു. ശ്രീജിത്ത് പണിക്കർ, ഇക്കാര്യത്തിൽ ഈ സംഭവങ്ങൾക്ക് ശേഷം ഈ പോസ്റ്റ് ഇടുന്നു, വിവാദമാകുന്നു, ആളുകൾ പ്രതികരിക്കുന്നു. അതിനുശേഷം അവർ മനോരമ ഓൺലൈന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നുണ്ട് 2016 തിരുവനന്തപുരം സബ് കളക്ടറായി ആദ്യം എത്തിയതു മുതൽ തനിക്ക് പ്രധാനപ്പെട്ട ചുമതലകൾ വിഴിഞ്ഞം വരെയുള്ള എല്ലാ നിയമനങ്ങളും നൽകിയത് LDF സർക്കാരാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു രാഷ്ട്രീയ നിലപാട് എന്നതിൽ അതിൽ വ്യക്തതയുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിലേക്ക് നേരിട്ടൊരു മറുപടി നൽകുന്നില്ല. ഭാവിയിൽ സംഭവിച്ചേക്കാം എന്നുള്ള സൂചനകളും വേണമെങ്കിൽ വരികൾക്കിടയിലൂടെ വായിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയ ചിന്തകൾ, രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് പറയാമോ? എന്താണ് സർവീസ് ചട്ടം എന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ. എവറി മെമ്പർ ഓഫ് ദി സർവീസ് ഷാൽ മെയിൻറ്റെയിൻ ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. രണ്ടാമതായി വരുന്നത് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്നുള്ളതാണ്. മൂന്നാമത് പ്രൊമോട്ടിംഗ് ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് മെറിറ്റ്, ഫെയർനെസ് ആൻഡ് ഇംപാർഷ്യാലിറ്റി ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ്. ഇത് ആപേക്ഷികമാണ്. എനിക്ക് തോന്നുന്നായിരിക്കണം എന്നില്ല ശ്രീജിത്ത് പണിക്കർക്ക് തോന്നുക. എവിടെയാണ് ഇതിൻ്റെ അതിർവരമ്പ്? ആരാണ് നിശ്ചയിക്കേണ്ടത്? സ്മൃതി, ഇതൊരു വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു അഭിപ്രായം, മറ്റൊരാൾ നല്ല പ്രവർത്തകനാണ്, നല്ല രീതിയിലത്തേക്കുള്ള സേവനമാണ് അദ്ദേഹത്തിൻ്റെത്, വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തിനെ അറിയാം എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് അദ്ദേഹത്തിനോട് പറയാം. അതല്ല എങ്കിൽ ഒരു കുറിപ്പ് എഴുതി അദ്ദേഹത്തിന് കൊടുക്കാം. പക്ഷേ ഏതൊരു നിമിഷമാണോ ഞാനതിനെ ഒരു പബ്ലിക് കൺസംഷന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റായിട്ട് ഇടുന്നത്, ആ സമയത്ത് അത് വിമർശനത്തിന് വിധേയമാണ്. ആ വിമർശനം എന്ന് പറയുന്നത് അപകീർത്തികരമാകുന്ന രീതിയിലത്തേക്ക് പോകുന്നത് ശരിയല്ല, സ്ത്രീവിരുദ്ധതയായി പോകുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പണ്ട് കാലത്ത് ഇത് രാജഭരണകാലമായിരുന്നുവെങ്കിൽ ഈ പോസ്റ്റ് ഏത് രീതിയിലായിരിക്കും നമ്മൾ അതിനെ കാണുക? കൊട്ടാരം കവികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കാരുണ്ടായിരുന്നു. അതിൽ തന്നെ നല്ല കവികളും ഉണ്ടായിരുന്നു. മറിച്ച് പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അതുവഴി പട്ടും വളയും ഒക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ആ രീതിയിലത്തേക്കുള്ള ഒരു സൈക്കോഫെൻസിൽ, അതും വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന രീതിയിലത്തേക്കും തമ്മിലുള്ള അതിർവരമ്പെന്ന് പറയുന്നത് വളരെ നേർത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പോസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് ഇത് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള, വളരെ ശരിയായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് എന്ന് തോന്നാം.
അതേപോലെ തന്നെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ ഇത് സൈക്കോഫെൻസി ആണ് എന്ന രീതിയിലത്തേക്കും ആൾക്കാർക്ക് തോന്നാം. ഭരണത്തിലുള്ള ആൾക്കാരോട്, രാഷ്ട്രീയമായ അധികാരമുള്ള ആൾക്കാരോട്, ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോട് ഒരു സിവിൽ സർവന്റ് വളരെ അടുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ പ്രശംസ കൊണ്ട് പൊതിയുന്നതിന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ട് അലങ്കാരങ്ങളും ഉപമയും ഉൾപ്രേക്ഷയും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ടും ആൾക്കാർക്ക് തോന്നാം. അങ്ങനെയുള്ള ആൾക്കാരെയും കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഇനി ഇതിനെ ഒരു കേവല അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമായിട്ട് നമുക്ക് കരുതാൻ കഴിയുമോ? സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് കരുതാൻ കഴിയുമോ? ഇത് വിമർശനമായിരുന്നുവെങ്കിൽ ഈ രീതിയിലത്തേക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നില്ല. ഇന്ന് ഇതിനെ സ്വീകരിക്കുന്ന ആൾക്കാർ ഇതൊരു വിമർശന രീതിയിലുള്ള ഒരു അഭിപ്രായമായിരുന്നു ഈ പറഞ്ഞിരുന്നത് എങ്കിൽ അവരെല്ലാവരും തന്നെ പറയുന്നത് എന്തായിരിക്കും? സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു അതിർവരമ്പുണ്ട്, അതിനെ അവർ ക്രോസ് ചെയ്യാൻ പാടില്ല, ഈ രീതിയിലത്തേക്ക് വിമർശിക്കാനുള്ള അധികാരം അവർക്കില്ല, തുടങ്ങിയ രീതിയിലത്തേക്ക് അവർ പറയും. ആ അതിർവരമ്പ് ലംഘിച്ചു എന്നുള്ളതല്ലേ ഇപ്പോൾ പ്രശാന്ത് IAS ചാർത്തി കൊടുത്തിരിക്കുന്ന കുറ്റം? അത് വേറൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ കൂടി. എക്സാക്ട്ലി ഞാൻ പറഞ്ഞത് അതിന്റെ മെറിറ്റിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം നമ്മൾ അതിന്റെ ഏറ്റവും പെരിഫറിയിൽ നിന്നുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രശംസയാണ്. ആ പ്രശംസയ്ക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല. അത് പിണറായി വിജയനെ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ട് അത് പിണറായി വിജയനെ പുകഴ്ത്തുന്ന പോസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, കെ രാധാകൃഷ്ണനെ പുകഴ്ത്തുന്ന പോസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, കെ രാഗേഷിനെ പുകഴ്ത്തുന്ന പോസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ പ്രശംസിക്കാം. മറിച്ച് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ജയതിലകുമായി ബന്ധപ്പെട്ട ട്രോളുകളൊക്കെ മാറ്റി നിർത്തിക്കോളൂ. അദ്ദേഹം പറയുന്ന മെറിറ്റുള്ള കുറെ വിഷയങ്ങളുണ്ടല്ലോ, ആ മെറിറ്റുള്ള വിഷയങ്ങൾ പോലും അവിടെ ചർച്ചയാകാതിരിക്കുകയും അദ്ദേഹത്തിന് പ്രത്യേക ഒരു അന്വേഷണം ഒന്നും നടക്കാതെ ശ്രീ പ്രശാന്ത് സർവീസിൽ നിന്ന് മാസങ്ങളായിട്ട് പുറത്തു നിൽക്കുകയും ചെയ്യുന്നത് പുകഴ്ത്തിയില്ല എന്നതിന്റെ പേരിലാണ്, അഥവാ ഇകഴ്ത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിലാണ്. അപ്പൊ ഇതിനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമായിട്ട് കരുതേണ്ടതില്ല, മറിച്ച് ഇത് പൂർണ്ണമായിട്ടും പുകഴ്ത്തൽ എന്ന രീതിയിലത്തേക്കാണ്. ഞാനിതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സ്മൃതി വായിച്ചതുപോലെ തന്നെ രാഷ്ട്രീയതര സ്വഭാവമുള്ള ഒരു ജോലിയാണ് സിവിൽ സർവീസ്. ബ്യൂറോക്രാറ്റിക് ന്യൂട്രാലിറ്റി എന്നൊരു പദമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള എത്ര സിവിൽ സർവൻസ് അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റി ഉള്ള പ്രസ്താവനകൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ രാഗേഷ് ഇപ്പൊ ഏത് റോളിലേക്കാണ് പോവുക? അദ്ദേഹം ഇനി ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്, അദ്ദേഹം നിലവിലൊരു പൊളിറ്റിക്കൽ നോമിനിയാണ് നമുക്കറിയാം, പക്ഷെ അദ്ദേഹം ഇനി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. അപ്പൊ താൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കണോട്ടേഷൻസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥയെ അറിയണം. അതല്ലാതെ എനിക്ക് അടുപ്പമുള്ള, ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അതിനെ വിമർശിക്കുന്ന ആൾക്കാരുള്ള വിചിത്രമായിട്ടുള്ള ലോകം എന്ന് പറയാൻ നൈവായിട്ടുള്ള ഒരു 3ാം ക്ലാസ് വിദ്യാർത്ഥിനി അല്ല ദിവ്യ എസ് അയ്യർ. അവരൊരു IAS ഉദ്യോഗസ്ഥയാണ്, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജൂനിയർ ആയിട്ടുള്ള എത്രയോ IAS ഉദ്യോഗസ്ഥന്മാരുണ്ടാകും നമ്മുടെ സർവീസിൽ. അങ്ങനെ സർവീസിലുള്ള ആൾക്കാർക്ക് ഇത് നൽകുന്ന പാഠം എന്താണ്? നമ്മൾ ഇങ്ങനെയുള്ള നേതൃനിരയിലുള്ള ആൾക്കാരെ, അധികാരത്തിന്റെ പല ശ്രേണികളിലുള്ള ആൾക്കാരെ, പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരെ ഒക്കെ തന്നെ നമ്മൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം, അവരെ പ്രശംസിച്ചുകൊണ്ടിരിക്കണം. വീട്ടിലിരിക്കാം എന്നൊരു സന്ദേശം കൂടി ലഭിക്കുകയാണ്. ഞാൻ ഒന്ന് അടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ N. ശ്രീകുമാർ, ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റ്, അതിനുശേഷം അവർ നടത്തിയ പ്രതികരണം, അത് ദിവ്യ എസ് അയ്യർ എന്ന IAS ഉദ്യോഗസ്ഥ നടത്തിയ പ്രതികരണമായിട്ടാണോ കാണുന്നത്, അതോ നിങ്ങൾ ശബരിനാഥിന്റെ ഭാര്യ നടത്തിയ അല്ലെങ്കിൽ G. കാർത്തികേയന്റെ മരുമകൾ നടത്തിയ പ്രതികരണമായിട്ടാണോ കാണുന്നത്? നോക്കൂ സ്മൃതി, നമ്മളങ്ങനെ പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിയില്ല. ഇപ്പോൾ IAS ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്കാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ശരിയെന്ന് പറയും. നേരെ മറിച്ച് ശബരിയുടെ ഭാര്യയായിട്ടാണോ കാണുന്നതെന്ന് വെച്ചാൽ എന്താണ്, സ്ത്രീക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ല എന്ന മറുചോദ്യം വരാം. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? രാഷ്ട്രീയം. എന്താണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഈ അവസാന കാലത്ത് എന്ന് വെച്ചാൽ ഭരണത്തിൻ്റെ അവസാന കാലത്ത് ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്ന കാലത്ത് കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രസ്താവന ഒരു IAS ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുക, ആ IAS ഉദ്യോഗസ്ഥ ഒരു മുൻ കോൺഗ്രസ് MLAയുടെ ഭാര്യയായിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പ്രതികരണം രൂക്ഷമാകും. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, കോൺഗ്രസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന പരിപാടി പാടില്ല, അത് തെറ്റാണ്. അത് ഇതിൻ്റെ കെയർ ഓഫിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുകൂടി കോൺഗ്രസ് നേതൃത്വം അന്വേഷിക്കണം. ഇവിടെ നമുക്ക് നല്ല രാഷ്ട്രീയമായിട്ട് തന്നെ ഇതിനെ കാണാം. അതായത് കേരളത്തിലെ പിണറായി ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് അറിയാം. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫായിരുന്ന ഒരാൾ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ ഏറെ താല്പര്യമുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായ IAS ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ പുകഴ്ത്തുമ്പോൾ അത് അരോചകവും അസ്ഥാനത്വവുമാണെന്ന് കോൺഗ്രസ് കാണുന്നു. നമ്മൾ ചില ഘട്ടങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചില പ്രതികരണങ്ങളുണ്ട്. അപ്പോൾ
അപ്പം അത്തരമൊരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇതൊരു വിമർശന വിധേയമാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 10 വർഷമായിട്ട് കോൺഗ്രസ് 9 വർഷമായിട്ട് കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താനുള്ള, അധികാരം രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം തന്നെയാണ്, എത്താനുള്ള ഒരു നീക്കം നടത്തുമ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ശത്രുവായ, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ശത്രുവായ CPM-ന് പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രസ്താവന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയിൽ നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ ചോദിക്കും, കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായിട്ട് എന്തിനാ കാണുന്നതെന്ന് ചോദിക്കും. അതാണല്ലോ ഇത് ചർച്ചയാവാൻ കാരണം. നേരെ മറിച്ച് പ്രശാന്തിനെ പോലുള്ള IAS ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ഇട്ടതെങ്കിൽ ഇത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെടുന്നില്ല, ചർച്ചയുമാകുന്നില്ല. മറിച്ച് ചർച്ച ചെയ്ത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരാശരി രാഷ്ട്രീയം, ശരാശരി ബുദ്ധിയൊക്കെയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് രൂക്ഷമായ പ്രതികരണം ഉണ്ടായെന്നിരിക്കും. ഇന്നിപ്പോൾ നോക്കൂ, KK രാഗേഷ് അതിൻ്റെ പ്രതികരണം പറഞ്ഞത് എന്താണ്? അതായത് പഴയ കാലത്ത് കരുണാകരനും നായനാരും ഒക്കെ രാഷ്ട്രീയ സൗഹൃദം കാണിച്ചില്ലെന്നാണ്. ദുർബലമായ വാദമാണത്. ഇത് രാഷ്ട്രീയ സൗഹൃദത്തിൻ്റെ പ്രശ്നമല്ല. KK രാഗേഷും ശബരിനാഥനും നല്ല സൗഹൃദമായിരിക്കാം. പക്ഷേ നേരത്തെ സ്മൃതി പറഞ്ഞ പോലെ IAS തലത്തിലാണെങ്കിലും IPS തലത്തിലാണെങ്കിലും നമുക്ക് പരിചിതമല്ലാത്ത ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇത്തരം പ്രതികരണം ഉണ്ടാകുക. എന്താണ് പരിചിതമല്ലാത്ത പ്രശ്നം എന്ന് പറയുന്നത്? ഒരാൾ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ അയാളെ അഭിനന്ദിക്കുന്നത്, അയാൾ ആരും ആയിക്കോട്ടെ, ഏത് സംവിധാനത്തിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ആയിക്കോട്ടെ. നേരെ മറിച്ച് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരാളെ വെക്കുമ്പോൾ ആ ആള് മുഖ്യമന്ത്രി സ്റ്റാഫ് ആവണമെന്നില്ല. നേരെ മറിച്ച് വ്യക്തിബന്ധമുണ്ട്. അദ്ദേഹത്തെ IAS ഉദ്യോഗസ്ഥ പുകഴ്ത്തുകയാണെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ ഇതിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇത് ശബരിനാഥൻ്റെ ഭാര്യയായി പോയതുകൊണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗുഡ് ലിസ്റ്റിൽ പെട്ടുകൊണ്ടൊന്നും അല്ല. രാഷ്ട്രീയമാണ്. എന്താണ് രാഷ്ട്രീയം എന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ടും ത്യാഗം സഹിച്ചുമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ ഒരു UDF സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എതിരാളിക്ക് ആയുധം കൊടുക്കുകയാണ്. ഇന്ന് നോക്കൂ, CPM-ൻ്റെ എല്ലാ അനുഭാവികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ സുഹൃത്ത് അടക്കം ഉള്ളവർ എന്താണ് പറയുന്നത്? എന്താണ് തെറ്റെന്നാണ് ചോദിക്കുന്നത്. ഇത് തന്നെയാണ് പ്രശ്നം. ശശി തരൂർ ഇതുപോലെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഇവർ അതിനെ UDF-നെതിരായ ആയുധമാക്കിയത്. അങ്ങനെ ആയുധം കൊടുക്കുന്നതിലെ വിഷയമുള്ളൂ. അതുകൊണ്ടാണ് ശബരിനാഥ് പറഞ്ഞത് ഒരു വീഴ്ച സംഭവിച്ചു. എന്താണ് ആ വീഴ്ച സംഭവിച്ചതെന്ന് അദ്ദേഹം പറയാൻ കാരണം, ശ്രീ ശബരിനാഥ് ഉൾപ്പെടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാനും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും പോകുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് നാളെ ശബരിനാഥിന് വേണ്ടി പ്രവർത്തിക്കുക. അത് ശബരിക്കറിയാം. കോൺഗ്രസ് പ്രവർത്തകരുടെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അറിയാം. അവരുടെ ആ വികാര വായ്പ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വീഴ്ച എന്ന് പറയുമ്പോൾ അത് സാധാരണ CPM-ൻ്റെ ഭാഷയിൽ നമുക്ക് പറയാം, ജാഗ്രത കുറവെന്ന് പറയാം. അങ്ങനെ ജാഗ്രത കുറവായിട്ട് കരുതിയാൽ മതി എന്ന് വെച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യരെ കോൺഗ്രസ്സുകാരങ്ങോട്ട് തള്ളിക്കളയുന്നോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അവരെ ആക്രമിക്കുന്നൊന്നും അർത്ഥമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർക്ക് അവർ ബഹുമാനിതയാണ്. ശബരിനാഥൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് തന്നെ അതിനെ കാണുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? G. കാർത്തികേയൻ്റെ മകൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് കാണുന്നുമുണ്ട്. അതൊന്നും തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ എത്ര വലിയ ഒരു സ്നേഹസമ്പന്നയായ ഉദ്യോഗസ്ഥയാണെങ്കിലും സഹപ്രവർത്തകയാണെങ്കിലും രാഷ്ട്രീയത്തിൽ ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന വന്നാൽ പ്രതികരിക്കും. ആ പ്രതികരണത്തിനപ്പുറം ഒന്നും സംഭവിക്കില്ല. പക്ഷേ ആ പ്രതികരണത്തിന് അതിർവരമുണ്ട്. സാധാരണ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളെ കുറിച്ച് CPM നേതാക്കൾ പ്രസംഗത്തിലൂടെയും എഴുത്തിലൂടെയും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ നടത്തുന്ന ആക്രമണമൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇവിടെ റെജി ലൂക്കോസൊക്കെ A. വിജയരാഘവൻ രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞതും, VS അച്യുതാനന്ദൻ പഴയ കാലത്ത് ലതിക സുഭാഷിനെ കുറിച്ച് പറഞ്ഞതും, അതുപോലെ ഷാനിമോൾ ഉസ്മാനെ കുറിച്ച് CPM നേതാക്കൾ പറഞ്ഞൊക്കെ നമ്മൾ മറക്കരുത്. അതിലേക്കൊന്നും പോകുന്നത് ശരിയല്ല. പക്ഷേ ഒരു സംവിധാനം എന്ന് പറയുന്നത് എന്താണ്? പ്രതിപക്ഷവും UDF-ഉം LDF-ഉം തമ്മിൽ മുഖ്യ മത്സരം നടക്കുന്ന ഒരു സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ UDF സംവിധാനത്തിന് ഒരു ഇളക്കം തട്ടാവുന്ന വിധത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് നേതൃത്വം ചിന്തിക്കുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരു ഭാഷ ഒരു IAS ഉദ്യോഗസ്ഥന് ഉണ്ടാവുകയാണ്. സാധാരണഗതിയിൽ IAS-കാർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് പറയുകയാണെങ്കിലും രാഷ്ട്രീയം വേണമെന്നുള്ളവരത് രാജിവെക്കാറുണ്ട്. കൃഷ്ണകുമാറും അതുപോലെ അൽഫോൺസ് കണ്ണന്താനൊക്കെ രാജിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വിഷയമല്ല. മറിച്ച് ഇപ്പം ദിവ്യ എസ് അയ്യരുടെ ഭർത്താവ് ശബരിനാഥൻ ആയിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഇത്ര രൂക്ഷത വരുമായിരുന്നില്ല. അപ്പോൾ തിരിച്ചു ചോദ്യം ചോദിക്കും, ശബരിനാഥൻ്റെ ഭാര്യയായിട്ട് എന്തിനാ കാണുന്നതെന്ന്. അങ്ങനെ കാണുന്നുണ്ട്, കോൺഗ്രസ്സുകാരെ കാണുന്നുള്ളൂ എന്ന് മാത്രം. CPM-കാരാകുമ്പോൾ അവരിതിലെ സ്ത്രീ സ്വാതന്ത്ര്യം ഒക്കെ കൊണ്ടുവരും. അതൊന്നും ഇവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇഷ്ടമില്ലാത്തൊരു പുകഴ്ത്തലാണ്. ആരെയാണ് പുകഴ്ത്തിയത്? KK രാഗേഷ്. KK രാഗേഷിനെ കുറിച്ച് ഇവിടെ UDF-ഉം കോൺഗ്രസും ഒക്കെ ഒരുപാട് ആരോപണം ഉന്നയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കണ്ണൂർ സർവകലാശാല നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതുമാത്രമല്ല കണ്ണൂർ രാഷ്ട്രീയം
കണ്ണൂർ രാഷ്ട്രീയം എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ ഏറ്റവും വേദന അനുഭവിക്കുന്ന രാഷ്ട്രീയമാണ് കണ്ണൂർ. അവിടെ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സ്ഥലം, എത്രയോ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ജീവൻ പൊലിഞ്ഞ സ്ഥലം, കെ സുധാകരൻ എന്ന KPC പ്രസിഡന്റ് നിരന്തരം ആക്രമിക്കുന്ന സ്ഥലം. അവിടെയുള്ള ഒരു CPMന്റെ ജില്ലാ സെക്രട്ടറിയെ പുകഴ്ത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് പ്രതികരിക്കും. പക്ഷേ ആ പ്രതികരണത്തിന് ഞാൻ ഇപ്പോഴും പറയുന്നു, അതിർവരമ്പുണ്ട്. ദിവ്യ എസ് അയ്യരെ വ്യക്തിപരമായിട്ട് ആരെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം അത് കോൺഗ്രസിന്റെ സംസ്കാരമല്ല. പിന്നെ മറ്റൊരു കാര്യം, ഇതൊക്കെ ഇതിൽ CPMൽ നിന്ന് വരുന്ന ഒരു പ്രതികരണം, VK സനോജ് പറഞ്ഞൊരു പ്രതികരണം ശ്രീകുമാർ, ശബരിനാഥിനെ കൂടി ലക്ഷ്യം വെച്ച് ഷാഫി മാങ്കൂട്ടം ടീം നടത്തുന്ന നീക്കമാണ് ദിവ്യ എസ് അയ്യർക്കെതിരെയുള്ള ആക്രമണം. അപ്പോഴും ശബരിനാഥിന്റെ ഭാര്യയാണ്. അങ്ങനെയാണെ ശബരിനാഥ് അല്ല, അങ്ങനെയാണെങ്കിൽ ശബരിനാഥ് ഇന്ന് ഒരു തിരുത്തു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ശബരിനാഥ് അന്തസ്സായിട്ട് പ്രസ്താവന ഇറക്കിയില്ലേ? CPMൽ സംഭവം പറ്റുമോ അങ്ങനെ? CPMലെ ഏതെങ്കിലും ഒരു വനിതാ ഒരു CPM നേതാവിൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ പറഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പ്രതിപക്ഷ നേതാവായ VD സതീശനെ പുകഴ്ത്താൻ പറ്റുമോ? അപ്പം നമ്മൾ ആ ഒരു സ്ഥിരം ചോദ്യം ഞാൻ ഇവിടെ ചോദിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ശബരിനാഥ് പറഞ്ഞ എന്താണ് വീഴ്ച പറ്റി? എന്താണ് ആ വീഴ്ച എന്ന് പറയുന്നത്? ഒരു IAS ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് അവർക്ക് വ്യക്തിപരമായിട്ട് ആരെ വേണമെങ്കിലും ആശംസിക്കാം. പക്ഷേ ഇതൊരു രാഷ്ട്രീയമായ നിയമനമാണ്. അതുകൊണ്ട് നേരെ മറിച്ച് KK രാഗേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം ഒരു അവാർഡ്, ഒരു UN അവാർഡ് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ പൂഴ്ത്തിക്കോ, വിരോധമില്ല. പക്ഷേ ഞാനീ പറയുന്ന കണ്ണൂർ എന്നുള്ളൊരു സ്ഥലമുണ്ട്. മുഖ്യമന്ത്രിയുടെ നാട്, LDF കൺവീനറുടെ തൊട്ടടുത്ത പ്രദേശം, ജയരാജന്മാരുടെ നാട്, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ നാട്, സർവോപരി SFI, AAS, SFI, DYFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തുടങ്ങി എല്ലാവിധ പോഷക സംഘടനകളെയും നേതാക്കൾ വരുന്ന ഒരു ജില്ല. ആ ജില്ലയിലത്തെ ജില്ലാ സെക്രട്ടറിയെ പോയിട്ട് അവിടെ എത്ര യൂത്ത് കോൺഗ്രസ്സുകാർ മരിച്ചു. കൃപേഷ് ശരത്ലാലിനൊക്കെ ഇപ്പോഴും കോൺഗ്രസ് എത്ര മനസ്സിൽ വിങ്ങുന്ന ഹൃദയത്തോടല്ലേ ഇപ്പോഴും ഓർമ്മിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഉണ്ടായ പ്രതികരണമായതുകൊണ്ട് മാത്രമാണിത്. അല്ലാണ്ട് ഇത് ദിവ്യ എസ് അയ്യർക്കെതിരെയുള്ള ഒരു ആക്രമണമായിട്ട് എന്തായാലും കൊണ്ടുപോകണ്ട. പിന്നെ ദിവ്യ എസ് അയ്യർ ഇപ്പോൾ സംരക്ഷിക്കാൻ ഈ CPM നേതാക്കൾ വരേണ്ട കാര്യവുമില്ല. കാരണം എന്താ വെച്ചാൽ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തമായി കഷ്ടപ്പെട്ട IAS നേടിയ വനിതയാണ്. അവരവരുടെ അഭിപ്രായം പറഞ്ഞോട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, കേരളത്തിലെ ഇന്നത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ IAS പോരെ, IPS പോരെ, ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അങ്ങനെയുള്ള ഒരു പോര് നടക്കുന്ന സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു വിശേഷണം ഒരാളെ കുറിച്ച് ഒരു അർഹതപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ അർഹത ഇല്ല എന്ന് കോൺഗ്രസ് കരുതുന്ന ഒരു നേതാവിനെ കുറിച്ച് പറയുമ്പോൾ പ്രതികരണം ഉണ്ടാവും. ആ പ്രതികരണം ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി. അതിൽ വേറെ ഒരു ദുരുദ്ദേശവും കോൺഗ്രസ് കാണുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ മുരളീധരന്റെ പ്രതികരണം വന്നതുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുക, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. അതുപോലെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് ഇവിടെ ആയുധമാക്കില്ലേ CPM ഈ പ്രസ്താവന? അത്രമാത്രമേ പ്രശ്നമുള്ളൂ. ശ്രീ റെജി ലൂക്കോസ്, ഇതൊരു മെസ്സേജ് നൽകുന്നുണ്ട്. പുകഴ്ത്തുന്നവർക്കൊപ്പം സർക്കാർ ഉണ്ടാകും, അത് എന്ത് ആരോപണം വന്നാലും ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുമെന്നൊരു സന്ദേശം പല ഘട്ടങ്ങളിലായി സർക്കാർ നൽകുന്നില്ലേ? ഇപ്പോൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് DGP തന്നെ ഒരു ശുപാർശ അങ്ങോട്ട് നൽകുകയാണ്, കേസ് എടുക്കാമെന്നുള്ള ശുപാർശ. അത് എന്താണ്? അതേ പോസ്റ്റിൽ തന്നെയുള്ള മറ്റു ഉദ്യോഗസ്ഥരെതിരെ മൊഴി നൽകിയെന്ന ഗുരുതരമായ ആരോപണമാണ്. ആ ആരോപണത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ പൂർണ്ണമായി തള്ളുകയും ആ പരാതി നൽകിയ ഉദ്യോഗസ്ഥനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് പരാതിക്ക് വിധേയനായ ഉദ്യോഗസ്ഥനെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് ഒരു നിലപാടെടുക്കുകയാണ് സർക്കാർ. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടിട്ടുള്ള റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി ഒപ്പുവെക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദിവ്യ എസ് അയ്യരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രതികരണം. അപ്പോൾ നിങ്ങൾ പുകഴ്ത്തു, വാനോളം പുകഴ്ത്തു, ഞങ്ങൾക്കൊപ്പം നിൽക്കൂ, അപ്പോൾ നിങ്ങൾക്ക് നല്ല പൊസിഷൻ ഉണ്ടാകും, നിങ്ങൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല, ഇതാണോ മെസ്സേജ്? അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്കൊരല്പസമയം തരണം. ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ഈ ചർച്ചയിൽ അവർക്കുള്ള മറുപടി പറയേണ്ടത്. ഇവിടെ ശ്രീകുമാർ സാറെല്ലാം പറഞ്ഞു, ബഹുമാനപ്പെട്ട ശബരിനാഥ് തൻ്റെ ഭാര്യയെ തള്ളി പറഞ്ഞത് എത്ര മോശമാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പ്രതികരണമാണിത്. ദിവ്യയുടെ അഭിനന്ദനം സതുദ്ദേശപരം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ശ്രീകുമാർ സാറിന് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ അറിയാം. പക്ഷേ വീഴ്ച പറ്റിയിട്ടുണ്ട്, അദ്ദേഹം പറയാൻ നിർബന്ധിതനാണ്. ഇനി ഒന്നുകൂടെ പറയാം. അതായത് രാധാകൃഷ്ണൻ മിനിസ്റ്റർ തൻ്റെ സ്ഥാനം ഒഴിഞ്ഞ് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയത് അദ്ദേഹം ഈ ശബരിനാഥും അദ്ദേഹത്തിൻ്റെ കുഞ്ഞും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഈ ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞ ഭാര്യയോടൊപ്പം ഇല്ലേ, അവരെ വളരെ മോശമായിട്ട് ഒരു പക്ക സ്ത്രീവിരുദ്ധതയുടെ പേരിൽ അവരെ വേട്ടയാടിയപ്പോൾ ശബരിനാഥ് എന്ന് പറഞ്ഞ വാക്കുകളെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഈ വേട്ട എന്ന് പറയുന്ന ശബരിനാഥിനെതിരെ ഞാനെൻ്റെ ഫേസ്ബുക്കിൽ അത് കുറിച്ചിട്ടുണ്ട്. ശബരിനാഥ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ 2 തവണ MLA ആയിരുന്ന, അത്യാവശ്യം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്ത, കേരളത്തിലെ യുവത്വത്തിന് ഒരു കാലത്ത് പ്രചോദനം നൽകിയ G കാർത്തികേയൻ്റെ മകനാണ്. ആ മകനെതിരെയാണ് ഇവരുടെ വേട്ടയാടൽ നടക്കുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ പറയാം. ദിവ്യ എസ് അയ്യരെ പുകഴ്ത്തിയെന്ന ദിവ്യ എസ് ആരെയാണ് പുകഴ്ത്തിയെ?
അത് കെ രാധാകൃഷ്ണന് രാഷ്ട്രീയ സ്ഥാനലബ്ധിക്ക് അനുകൂലമായിട്ടൊരു വാക്ക് അവർ പറഞ്ഞിട്ടുണ്ടോ? കെ രാഗേഷ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തുമ്പോൾ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ സുതാര്യതയെക്കുറിച്ച് അവർ പറഞ്ഞു. അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവരും അതൊരു വസ്തുത. അമിതാഭ് കാന്ത് എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആദരവ് നേടിയിട്ടുള്ള IAS ഉദ്യോഗസ്ഥനെ. കാരണം ആധുനിക ലോകത്തിന്റെ പരിച്ഛേദമായിരുന്നു ആ കാലം മുതൽ ഇന്നും. അദ്ദേഹം അക്കാലത്ത് ടൂറിസത്തിന്റെ ഡയറക്ടർ ആയിരുന്നപ്പോഴാണ് എൻ്റെ ഓർമ്മയിരിക്കുന്നത്. അന്ന് ആ മന്ത്രിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും കാതുകളിലുണ്ട്, അറിയാം. ഇനി ഇത് കൂടാതെ കണ്ട് അദ്ദേഹം കേന്ദ്ര സർവീസിൽ പോയി. കേന്ദ്രത്തിലെ ഏറ്റവും ഒരു കേന്ദ്രമന്ത്രിക്ക് പോലും കിട്ടാത്ത രീതിയിലുള്ള ആദരവ് ലഭിച്ചുകൊണ്ട് ഇപ്പോഴും ഡെപ്യൂട്ടേഷൻ അദ്ദേഹത്തിന് കാലാവധി കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അദ്ദേഹം പറഞ്ഞ 2 വാക്കുകളുണ്ട്. G20 സമ്മേളനം കൊമരോത്ത് നടന്നപ്പോൾ അതിന് കോർഡിനേറ്റർ അദ്ദേഹമായിരുന്നു. അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ കുറിച്ചും ഇന്ത്യ ലോകത്തിന് മുമ്പിൽ ഈ വാണിജ്യപരമായിട്ട് മറ്റു കാര്യങ്ങളിൽ നേടുന്ന നേട്ടത്തെക്കുറിച്ചും ഇന്ത്യയുടെ ടൂറിസം മേഖലയിൽ വന്ന കുതിപ്പിനെ കുറിച്ചും അദ്ദേഹം പൂഴ്ത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഇടതുപക്ഷക്കാരും BJP സർക്കാരിനെ പൂഴ്ത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അത് അന്തർദേശീയ തലത്തിൽ ഉയർന്നൊരു ശബ്ദമാണ്. അതുപോലെയാണ് ദിവ്യേഷ് അയ്യർ എന്ന് പറയുന്ന ഞാൻ ആദ്യം പറയും, ഇന്നത്തെ കാലത്തിന്റെ യുവത്വത്തിന്റെയും ഈ ആധുനിക കേരളത്തിന്റെ മുഖമായ IAS ഉദ്യോഗസ്ഥരിൽ ഒരു ലേഡിയെ, ഒരു വനിതാ IAS ഉദ്യോഗസ്ഥയെ കുറിച്ച് ഇന്ന് കെ മുരളീധരൻ പറഞ്ഞ വാക്ക് സ്ത്രീവിരുദ്ധത എന്താ? സ്മൃതിക്ക് അതിനോട് യോജിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന ഒരു IAS ഉദ്യോഗസ്ഥയാണ്, എന്താ മഹതിയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽപ്പെട്ട ഒരു മഹതിയാണ് എന്ന് പറഞ്ഞു. അതിൽ സ്ത്രീവിരുദ്ധതയുണ്ട് കെ മുരളീധരന്റെ വാചകത്തിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ വേറെ വന്നിട്ടുണ്ട്. അതിനോട് നമുക്ക് യോജിക്കാനേ പറ്റുകയില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് ഇതാണ്, ശ്രീ റെജി ലൂക്കോസ്, സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ പറയുന്ന KK രാഗേഷിനെ തന്നെ വിമർശിച്ചായിരുന്നു പോസ്റ്റെങ്കിൽ എന്താകുമായിരുന്നു സർക്കാരിന്റെ നിലപാട്? ഇന്ന് മുഖ്യമന്ത്രി നടത്തുന്ന പ്രതികരണം എന്താകുമായിരുന്നു? അതെ, തീർച്ചയായിട്ടും അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഈ പാദസേവ ചെയ്യുന്ന ഒരു വനിതാ ഓഫീസർ ഒരു മഹതിയാണെന്ന് അവർ പറഞ്ഞതിനകത്ത് പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ ഈ മഹതിയും പെടും എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രതികരണമാണ്. അതിലൊന്നും സ്ത്രീവിരുദ്ധതയില്ല. സ്ത്രീവിരുദ്ധയൊക്കെ ഇഷ്ടം പോലെ വേറെ നടക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു വാചകത്തിലൊന്നും പറയണ്ട. ഇവിടെ CPM നേതാക്കൾ നടത്തിയ വിമർശനങ്ങളൊക്കെ വേറെയുണ്ട്. അതെങ്ങനെ നിങ്ങൾ ഈ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് രാഷ്ട്രീയ വിമർശനത്തെ എല്ലാം സ്ത്രീവിരുദ്ധതയിൽ വെക്കാൻ പറ്റില്ല. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾക്ക് വേറെ മറ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റുകളെയൊക്കെ ഉദ്ധരിക്കാം, പറഞ്ഞിട്ടുണ്ടാകാം. ചിലപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിൽ തന്നെ മറ്റു നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ വാചകങ്ങളിൽ ഞാനും കെ മുരളീധരൻ പ്രതികരണം കേട്ടതാണ്, ആ ബൈറ്റ് കേട്ടതാണ്. അതിൽ സ്ത്രീവിരുദ്ധമായൊന്നുമില്ല, അതിൽ രാഷ്ട്രീയമേ ഉള്ളൂ. പാദസേവ സ്ത്രീവിരുദ്ധതയല്ലേ? പാദസേവയുടെ അർത്ഥം എന്താ? ഞാൻ മനസ്സിലാക്കിക്കൊള്ളുന്നു, പാദത്തിൽ കൈകൊണ്ടുകൊണ്ട് സേവ ചെയ്യുക, പുഷ്പങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒന്നും രാവിലെ കേരളീയ സംസ്കാരത്തിന് ചേർന്നാണോ അത്? അങ്ങനെ പറഞ്ഞൊരു കെ മുരളീധരനെ പോലെ ഒരു കോൺഗ്രസ് നേതാവിന് നിങ്ങൾ വെള്ളം പൂശുന്നത് എത്ര ലജ്ജാകരമാ. നിങ്ങൾ അദ്ദേഹം രാഷ്ട്രീയം പറയട്ടെ, അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. പാദസേവ ചെയ്യുന്ന മറ്റു ഉദ്യോഗസ്ഥരെ പറ്റി ഞാൻ ചോദിച്ചല്ലോ, അതിന് മറുപടി കിട്ടിയില്ലെന്നേ. അജിത് കുമാറിന്റെ കാര്യത്തിൽ ശ്രുതി എനിക്ക് ചെയ്യുന്നവരിൽ ഒരാളെന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ ചോദിക്കട്ടെ, ശ്രുതി എന്നെ കൂടെ പറയിപ്പിക്കുന്നില്ല. പാദസേവ ചെയ്യുന്നവരിൽ ഒരാളെന്ന് പറഞ്ഞാൽ ഇവർക്ക് എക്സംഷൻ ഉണ്ടോ? ഇവർ പാദസേവ ചെയ്യാന്നല്ലേ പറഞ്ഞേ? അത് ആരെക്കുറിച്ച് അവർ ഈ കെ മുരളീധരൻ പറഞ്ഞത്? കേരളം ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. ഈ UDF പിന്തുണയ്ക്കുന്നവർ വരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കെ മുരളീധരനെതിരെ. നിങ്ങളത് മനസ്സിലാക്കണം. കേരളം ഒന്നും പൊറുക്കത്തില്ല. ഇനി രണ്ടാമത് അവരെന്ത് രാഷ്ട്രീയം അവിടെ പറഞ്ഞത്? ഇനി കേരള സർക്കാരിനെ വിമർശിച്ചാൽ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നോക്കിയിരിക്കുമോ നിങ്ങൾ ചോദിച്ചു? നോക്കിയിരിക്കുകയല്ല. ഒരു IAS ഉദ്യോഗസ്ഥനും തന്റെ ബോസിനെതിരെ, തന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ, തന്റെ മുഖ്യമന്ത്രിക്കെതിരെ, അല്ലെ ആ വകുപ്പിനെതിരെ വിമർശിക്കുക, മുഖ്യമന്ത്രിക്കെതിരെ വിമർശിക്കാനുള്ള അധികാരം IAS ഉദ്യോഗസ്ഥരില്ല, ഒരു സർക്കാർ സർക്കാരിനെ വിമർശിക്കുകയോ ചെയ്യുകയല്ല ഞാൻ ചോദിച്ചത്. പാർട്ടിയെ, ഈ പറയുന്ന KK രാഗേഷിനെ വിമർശിച്ച് അദ്ദേഹം ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് പോണത് അല്ലേ? ഞാൻ പറയുന്നത് സർക്കാരിനെയും മുഖ്യമന്ത്രിയല്ല, സർക്കാരിന്റെ നയങ്ങൾ നടപ്പാക്കാൻ തന്നെയാണ് IAS ഉദ്യോഗസ്ഥർ, ഒരു സംശയമില്ല. ഞാൻ ചോദിച്ചത് KK രാഗേഷ്, ജില്ലാ സെക്രട്ടറിയായി പോകുന്ന KK രാഗേഷിനെ വിമർശിച്ചായിരുന്നു പോസ്റ്റെങ്കിൽ എന്താകുമായിരുന്നു സമീപനം?
അല്ല, അവര് വിമർശിച്ചില്ലല്ലോ, പിന്നെ എന്തായോ എന്ന് ചോദിക്കണ്ടേ? അതാണ് പറഞ്ഞത്. നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് അവരല്ല, ആ വ്യക്തി എന്ന് വേണ്ട. അതിൽ അത് ദിവ്യ എസ് അയ്യർ വേണ്ട, വേറെ ഏതെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥനാകട്ടെ, എന്താകുമായിരുന്നു പ്രതികരണം? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ ചോദിക്കുന്നത്, ഇതെന്താണ് മെസ്സേജ്? എന്താണ് നിങ്ങൾക്ക് വാരോളം പുകഴ്ത്താം, നിങ്ങൾക്ക് നല്ല പൊസിഷൻ കിട്ടും, ഇതാണോ സന്ദേശം? വിമർശിച്ചാൽ തിരിച്ചടി ഉണ്ടാകും, വീട്ടിലിരുത്തും, ഇതാണോ സന്ദേശം? അതിലൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഒന്ന് കേൾക്കാനായിട്ടുള്ള ഒരു 10 സെക്കൻഡ് എനിക്ക് തരൂ. ആ മെസ്സേജ് എന്താണെന്ന് അറിയാമോ? കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം ലോകത്തിൽ അല്ല, പ്ലീസ്, അങ്ങനെയാണെന്നെങ്കിൽ ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. കേരളം എന്ന് പറയുന്ന കേരളത്തിലൊരു സർക്കാരുണ്ടെന്നും കേരളത്തിലെ സർക്കാർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് ലോകത്തിന് മാതൃകയാണെന്നും നല്ലൊരു ഗവൺമെന്റ് ആണെന്നും ഇങ്ങനൊരു ഗവൺമെന്റ് തന്നെയാണ് കേരളത്തിൽ വരേണ്ടതെന്നുള്ളൊരു ഗുഡ് മെസ്സേജ് അതിലൂടെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യം. നിങ്ങൾക്ക് അത് സൂഹിക്കത്തില്ല, കോൺഗ്രസ്സുകാർക്ക് അത് സൂഹിക്കത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? വിനാശകാല വിപരീത ബുദ്ധി. അവരുടെ തന്നെ സമന്വിതനായ ഒരു യുവ നേതാവിന്റെ ഭാര്യയായിപ്പോ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം ഇരിക്കുന്നത്. നിങ്ങൾ ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിച്ചാലും കേരളത്തിലെ പൊതുസമൂഹം ദിവ്യ എസ് അയ്യരെ കുറിച്ച് നല്ല വാക്കുകൾ പറയത്തുള്ളൂ. ഒറ്റ ഉദാഹരണം ഭരിക്കുന്നവരെയും ഭരിക്കുന്ന പാർട്ടിയെയും പുകഴ്ത്തിക്കൊണ്ടിരിക്കണം എന്ന മെസ്സേജ് കൂടിയുണ്ട് അല്ലേ? അതെങ്ങനെയാ? അവർ അങ്ങനെ ഒരു മെസ്സേജ് എങ്ങനെയാണ് ഇതിനോട് വരുന്നത്? അവർ നന്മ പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സ്മൃതി, അതൊന്ന് കേൾക്കൂ. താൻ കോട്ടയം സബ് കളക്ടർ ആയിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറായിരുന്നു മുഖ്യമന്ത്രി, എനിക്ക് നല്ല സഹകരണം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ നിങ്ങൾ വിമർശിക്കുന്നുണ്ടോ? നിങ്ങൾ പറയൂ. ഇന്ന് അവരെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് നേരത്തെ തന്നെ ഒരു മിനിറ്റ് ശ്രീ റെജി ലൂക്കോസ്, മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് നേരത്തെ തന്നെ ഈ ദിവ്യ എസ് അയ്യർ ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട്. ആരും ഒന്നും വിമർശിച്ചില്ലല്ലോ. വിമർശിച്ചോ? അത് അവരുടെ ഒരു അഭിപ്രായമായിരുന്നില്ല, സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നു. ഉദ്യോഗസ്ഥയ്ക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട നല്ല അനുഭവം. ശരി, ഞാൻ ചോദിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പുകഴ്ത്താൻ ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് സാധിക്കുമോ, ചെയ്യാമോ എന്നുള്ളതാണ്. അല്ല, മറുപടി കേൾക്കാതെ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? താങ്കൾ രാഷ്ട്രീയ പ്രവർത്തകനെയോ KK രാഗേഷിന്റെ രാഷ്ട്രീയപരമായിട്ട് അല്ല, ഇത് KK രാഗേഷിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ള രാഷ്ട്രീയ പൊസിഷനോ വേണ്ടി അവരൊരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. മുഖ്യമന്ത്രി സെക്രട്ടറി എന്ന് പറയുന്ന ഔദ്യോഗിക പോസ്റ്റ് ഇരുന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ വിളിച്ച് പറയാവുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് വിവാദമാക്കണമെന്നും ചർച്ചയാക്കണമെന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെയും സംശയിക്കാമല്ലോ. അല്ല, നിങ്ങൾക്ക് അങ്ങനെ എന്ത് സംശയിക്കാം? കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ സർക്കാരിനെ കുറിച്ചും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ഫ്രീഡത്തെക്കുറിച്ചും നല്ല ഉദ്യോഗസ്ഥന്മാരെ നല്ല പോസ്റ്റ് ഇരുത്തിക്കൊണ്ട് കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഷാജി, നമ്മൾ അങ്ങനെ ഒരു ഫ്രീഡം ഉള്ള IAS ഉദ്യോഗസ്ഥരെയാണോ ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കളക്ടറായിട്ട് N പ്രശാന്ത് ഇരിക്കുന്ന സമയത്ത് MK രാഘവൻ MP-യുമായിട്ട് ചില തർക്കങ്ങളുണ്ടായി. അന്ന് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം ഒന്നടങ്കം, കോൺഗ്രസ് ആവട്ടെ CPM ആവട്ടെ, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയം മൊത്തത്തിൽ പ്രശാന്തിനെതിരെ തിരികുകയും ഒപ്പം തന്നെ പ്രശാന്ത് മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ പ്രശാന്ത് കുന്നംകുളത്തിന് മാപ്പ് കൊണ്ടുവന്ന് ഫേസ്ബുക്കിൽ ഇട്ടു എന്ന പേര് വലിയ വിമർശനത്തിന് ഇടയായിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുക, ഈ വിമർശനം ഇത് പുകഴ്ത്തലായതുകൊണ്ട് മാത്രമാണ് ഇത് സാധൂകരിക്കപ്പെടുന്നത്. മറുവശത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനമായിരുന്നെങ്കിൽ ഒരു തരത്തിലും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉൾക്കൊള്ളില്ലായിരുന്നു. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ആളുകൾ ഇപ്പം ഇത്രമാത്രം അവരെ വാഴ്ത്തുന്നുണ്ടെങ്കിൽ അത് തങ്ങളുടെ നേതാവിനെ പുകഴ്ത്താൻ ഇഷ്ടമുള്ളതുമായതുകൊണ്ടാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, പൂവരണ്ടി നമ്പൂതിരിയെ പോലുള്ള ആളുകൾ, നിഷാന്ത് നിടയെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ പുനർനിർമ്മാണം കിട്ടിയ ആള്, അങ്ങനെ ഒരുപാട് പേര് പുകഴ്ത്തൽ ഗാനങ്ങൾ എഴുതുകയും അവർക്കെല്ലാം മെച്ചപ്പെട്ട കാര്യങ്ങൾ നേടാനായിട്ടുണ്ട്. അതുപോലെ തന്നെ IAS-കാരിൽ തന്നെ ഒരുപാട് ആളുകൾ പുകഴ്ത്തി വലിയ ഉയർന്നമായ നിലയിലെത്തിയിട്ടുണ്ട്. KM എബ്രഹാമിന്റെ ഒക്കെ കാര്യം വളരെ കൃത്യമായിട്ടുള്ള കാര്യമല്ലേ? പിന്നെ നമ്മളിവിടെ നോക്കുക, ഈ പാദസേവ ചെയ്യുക എന്നൊക്കെ പറയുന്നത് സ്ത്രീവിരുദ്ധമാണ്, അൺപാർലമെന്ററി ആണെന്നൊന്നും അഭിപ്രായമില്ല. ഈ നാട്ടിൽ രാഷ്ട്രീയത്തിന്റെ, നമ്മുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ജാർഗൺസിന്റെ ഭാഗം തന്നെയാണ് ഈ പാദസേവ എന്ന് പറയുന്നത്. അതുപോലെ പാതുക പട്ടാഭിഷേകം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു സമീപന രീതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഭരണത്തിലിരിക്കുന്ന ആളുകളെ ഓശാനം പാടിക്കൊണ്ട്, അവരെ പുകഴ്ത്തിക്കൊണ്ട്, അവരുടെ പിന്നിൽ നിന്നുകൊണ്ട്, അവരെ സ്തുതിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുക. കാരണം IAS-കാരുടെ ഇടയിൽ പോലും വളരെ കരിയറിസം വല്ലാതെ വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് അവർക്ക് വലിയ വകുപ്പുകൾ വേണം, ശ്രദ്ധേയമായുള്ള ചുമതലകൾ വേണം. ആ ചുമതലകളിൽ ഇരുന്നുകൊണ്ട് അവർക്ക് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ശ്രദ്ധയെ ആകർഷിക്കണം.
തന്റെ മുകളിലുള്ള പൊതുശ്രദ്ധ അല്പം കുറയുമ്പോൾ എങ്ങനെയെങ്കിലും പൊതുശ്രദ്ധയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുപാട് അവസരങ്ങൾ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ദിവ്യ അയ്യർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊരു അറ്റൻഷൻ സീക്കിംഗ് ആണ്. അടിസ്ഥാനപരമായിട്ട് പൊതുശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ഭരണത്തിലിരിക്കുന്ന ആളുകള്, ഭരണത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകള് നല്ല രീതിയിൽ പറയുക. ഇതിനകത്തൊരു മുഖ്യമന്ത്രിയുടെ കൂടെ വർക്ക് ചെയ്തു, മുഖ്യമന്ത്രിമാരുടെ ജോലി കംഫർട്ടബിൾ ആയിരുന്നു എന്ന് പറയുന്നതോ അല്ലെ അദ്ദേഹം ഏൽപ്പിച്ച ചുമതലകൾ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് നേതൃത്വം നൽകിയ കാര്യങ്ങളിൽ അദ്ദേഹം നൽകിയ പിന്തുണയിൽ സംതൃപ്തി എന്ന് പറയുന്ന പോലെ അല്ല. കർണനായിട്ടും ദുര്യോധനായിട്ടും ഒക്കെ ഇങ്ങനെ പല പുരാണ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് ഐതിഹാസികമായ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടു പുകഴ്ത്തുന്നത്. ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ ഒരു മിനിമം ഔചിത്യത്തിന്റെ പോലും പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പൊ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ, ഒരു സിവിൽ സർവീസിൽ ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി, ആ വ്യക്തിക്ക് മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഭരണ നേതൃത്വത്തിലുള്ള ഭരണ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരാളെ കുറിച്ച് പറയുമ്പോൾ എന്തുമാത്രം മുന്നോട്ട് പോകാം, എവിടെയാണ് അതിന്റെ അതിർവരമ്പ് എന്നവർ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇതിലൊരു സതുദ്ദേശത്തിനപ്പുറത്തുള്ള എങ്ങനെ പുകഴ്ത്തലിന്റെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള, അതുപോലെ തന്നെ തനിക്ക് എന്തൊക്കെയോ അർഹതപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് നമ്മൾ കാണുന്നത്. കാരണം IAS-കാർക്ക് വിമർശിക്കാൻ അധികാരമില്ലെങ്കിൽ പുകഴ്ത്താനും അധികാരമില്ല. കാരണം സിവിൽ സർവീസ് എന്ന് പറയുന്നത് ആ സർക്കാർ കാലാകാലങ്ങളിൽ ഭരിക്കുന്ന സർക്കാരുകൾക്ക് അവരുടെ നയങ്ങളും സമീപനങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും രീതിയിൽ സിവിൽ സർവീസുകാർക്ക് അങ്ങനെ പ്രത്യേക പദവിയോ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തം അഭിപ്രായങ്ങൾ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലില്ല. ശരി, ഞാൻ ശ്രീജിത് പണിക്കരിലെ എത്താം. ശ്രീജിത് പണിക്കർ, സർക്കാരിന്റെ നയങ്ങൾ നടപ്പാക്കുക തന്നെയാണ് IAS ഉദ്യോഗസ്ഥരുടെ മുന്നിലുള്ള ദൗത്യം. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് നടപ്പാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളെങ്കിലും വളരെ ചെറിയ തോതിലെങ്കിലും ചില ഉദ്യോഗസ്ഥர்கள் നടത്താറുണ്ട്. അതിലപ്പുറം ഒരു പുകഴ്ത്തലിലേക്ക് പോകുന്ന ഒരു രീതി ഈ പറയുന്ന പുതിയ കാലത്തെ ഒരു വലിയ മാറ്റം, പോസിറ്റീവ് മാറ്റമായിട്ടാണ് ശ്രീ റെജി ലൂക്കോസ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതൊരു പോസിറ്റീവ് മാറ്റമായി കാണാമോ? ഇതിൽ അപ്പുറം ഇതിൽ പുകഴ്ത്തുന്നവർക്കേ സ്ഥാനമുള്ളൂ എന്നൊരു മെസ്സേജ് കൂടി നൽകുന്നില്ലേ? ഇത് ദിവ്യ സയ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലും. അല്ല, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്യൂറോക്രാറ്റിക് ന്യൂട്രാലിറ്റി എന്നൊരു പദമുണ്ട്. അപ്പോൾ ഒരു സിവിൽ സർവന്റ് ആയിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയത്തിനോട് ഒരു പ്രത്യേക അലൈൻമെന്റ് കാണിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ബോധ്യമാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത്, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, നാളെ വളരെ ഡിസർവിംഗ് ആയിട്ട് ശ്രീമതി ദിവ്യയ്ക്ക് മറ്റൊരു പദവിയിലേക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നു എന്ന് കരുതിക്കോളൂ, അല്ലെങ്കിൽ പുതുതായിട്ടൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് ദിവ്യയ്ക്ക് കിട്ടുന്നു, അവർ ഫുള്ളി ഡിസർവിംഗ് ആണെന്ന് കരുതിക്കോളൂ. പക്ഷെ എന്ത് രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ വിമർശനമായിരിക്കും ഉണ്ടാവുക? നിരന്തരമായിട്ട് CPM നേതാക്കളെ പ്രശംസിക്കുന്നത് കൊണ്ടാണ് അത് വരിക എന്നായിരിക്കും. ഇനി ഡിപ്പാർട്ട്മെന്റലായിട്ട് അവർക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണമുണ്ട് എന്ന് വെച്ചോളൂ, സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്. ദിവ്യയുടെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല, മെറിറ്റോറിയസ് ആയിട്ട് ദിവ്യയാണ് ശരി എന്ന് കരുതിക്കോളൂ. അതായത് അവർ ചെയ്തതാണ് ശരി. പക്ഷെ എങ്കിൽ പോലും അത് ശരിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം, ഒരു എൻഡോഴ്സ്മെന്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ പോലും ഇതേ രാഷ്ട്രീയ വിമർശനം ഉണ്ടാകും. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് എന്തിനാണ്? ഈ പ്രസ്താവനകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ കർണന് അസൂയ തോന്നുന്ന കവചം, വിശ്വസ്തതയുടെ പാഠപുസ്തകം, കഠിനാധ്വാനത്തിന്റെ മഷിക്കൂട്, ഇങ്ങനെയൊക്കെ ഒരാളിനെ പറ്റി പറയുകയാണ്. ഞാൻ പറഞ്ഞത് CPM-കാർ പിണറായി വിജയനെ കാരണഭൂതനാക്കുന്നത് പോലെ മാത്രമേ എനിക്കിത് കേട്ടപ്പോൾ തോന്നിയുള്ളൂ. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പിണറായി വിജയനെ ഫീനിക്സ് പക്ഷിയാക്കുന്നത് പോലെ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഈ ലാസ്റ്റിൽ രണ്ട് പറഞ്ഞിരിക്കുന്ന ഉദാഹരണത്തിനെ മാധ്യമങ്ങളടക്കം മണിയടി എന്ന വാക്ക് വെച്ചാണ് വിശേഷിപ്പിച്ചത്. അപ്പോ ഇത് എങ്ങനെയാണ് വ്യത്യസ്തമാവുക? ഇവിടെയുള്ള എല്ലാ കേരളീയരുടെയും ബോധ്യം മറ്റേത് രണ്ടും മണിയടിയാണ് എന്നായിരുന്നു. ഇപ്പൊ പൊളിറ്റിക്കൽ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാള് പാർട്ടിയുടെ ഫുൾ ടൈം പോസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ മഷിക്കൂടും ഹീറോ പേരെയും ഒക്കെ കടന്നു വരുമ്പോൾ എത്രത്തോളം അത് പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്നതിനെ കുറിച്ച് ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് അറിയില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഒരു ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാഴ്ത്തുപാട്ടുകൾക്ക് ഇവിടെ വലിയ പ്രസക്തി ഉണ്ട് എന്നും അവർ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സ്വീകരിക്കും എന്ന രീതിയിലത്തേക്ക് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവായിട്ടുള്ള വിമർശനം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകണം. അതല്ലാതെ നിങ്ങൾക്ക് വാഴ്ത്തിപ്പാടാനാണെന്നുണ്ടെങ്കിൽ പാടാം എന്ന രീതിയിലത്തേക്ക് മാത്രം പറയാൻ കഴിയില്ല. ഇപ്പൊ ഇത് തുടർച്ചയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ വന്നു, ഒരു മന്ത്രിയുടെ കാര്യത്തിൽ വന്നു, ഇപ്പോ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന ഒരാളിന്റെ കാര്യത്തിൽ വന്നു. ഇതിൽ തന്നെ നല്ല ആൾക്കാരെ പറ്റി തോന്നുന്ന നല്ല അഭിപ്രായം പറയുമ്പോൾ അതിനെയും വിമർശിക്കുന്ന വിചിത്രമായ ലോകമാണ് എന്നൊക്കെ അവർ പറയുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരെ പറ്റി ഇതേപോലെ പോസ്റ്റുകൾ ഉണ്ടാവേണ്ടതല്ലേ? ഒരു കോണ്ടെക്സ്റ്റ് പറയുന്ന സമയത്ത് ഉമ്മൻചാണ്ടി എനിക്ക് നല്ല സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ ഇത് ചോദ്യത്തിന് മറുപടിയല്ലല്ലോ. ഇത് സ്വേച്ഛയാൽ ഒരാളിടുന്ന പോസ്റ്റാണ്.
അപ്പൊ രാഷ്ട്രീയക്കാരെ പ്രശംസിക്കുകയാണ് എങ്കിൽ ബ്യൂറോക്രാറ്റിക് ന്യൂട്രാലിറ്റി അല്ല പാർഷ്യാലിറ്റി ആണ് വരുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാകാത്തയാളാണ് ദിവ്യ എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി നാളെ ഒരു കാലത്ത് ഒന്നാലോചിച്ച് നോക്കാം, എല്ലാ കാലവും CPM കേരളം ഭരിക്കണമെന്നില്ലല്ലോ. നാളെ ഒരു കാലത്ത് ദിവ്യ സർവീസിലുള്ള സമയത്ത് തന്നെ മറ്റൊരു സർക്കാർ വരുന്നു എന്ന് കരുതിക്കോളും. ആ സർക്കാർ ദിവ്യയെ ഏത് കണ്ണിൽ കൂടിയാണ് കാണേണ്ടത്? ഞാൻ പറഞ്ഞത് ഇവര് CPM ബയാസ്ഡ് ആയിട്ടുള്ള ആളാണ് എന്ന രീതിയിലത്തേക്ക് കാണുകയും അവർക്ക് താരതമ്യേന അപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൊടുക്കുകയും അവരുടെ പ്രൊമോഷൻസിനെ തടയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതികാര നടപടി അതങ്ങനെ ഒരു സർക്കാർ ചെയ്യില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ എന്തിനാണ് ഒരു ഉദ്യോഗസ്ഥ പാത്രീഭവിക്കുന്നത്? അത് അവർക്ക് നല്ലതാണോ? പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കുറച്ച് സീനിയോറിറ്റി വരുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വാർത്തയാകുമെന്ന കൃത്യമായ ബോധ്യമുള്ള ഒരു ഉദ്യോഗസ്ഥ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് 1 അല്ല 2 അല്ല 10 വട്ടം ചിന്തിക്കണം. അതുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസ്കഷൻ എന്താണ് എന്നതിനെ കുറിച്ച് അവർ അറിഞ്ഞിരിക്കണം. അല്ലാതെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ലോകമാണ് അറിയാത്തൊരു ഉദ്യോഗസ്ഥയാണ് ദിവ്യ എസ് അയ്യർ എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീകുമാർ, CPയുടെ യോഗത്തിനകത്ത് അതിനകത്ത് നടന്ന ചർച്ചകളിൽ 2ാം പിണറായി സർക്കാർ ഒരു രാജാവും പരിവാരങ്ങളും എന്ന മട്ടിലാണ് ഭരിക്കുന്നത് എന്നൊരു വിമർശനം അതിനകത്ത് നടത്തിയിരുന്നു. പിണറായി വിജയൻ രാജാവെന്നും ബാക്കിയുള്ളവർ അനുചരന്മാർ എന്ന രീതിയിലാണ് എന്നുള്ള ഒരു വിമർശനം ഉയർന്നിരുന്നു. അപ്പോൾ അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണോ ഇപ്പോൾ ഈ പറയുന്ന ഈ പുകഴ്ത്തലും? നോക്കൂ ശ്രീമതി സ്മൃതി, ഒരാളെ വ്യക്തിപരമായിട്ട് മറ്റൊരാളെ പുകഴ്ത്തുന്നു എന്നുള്ളതും അതുപോലെ തന്നെ രാഷ്ട്രീയമായ കാലാവസ്ഥ നോക്കിക്കൊണ്ട് രാഷ്ട്രീയമായ വലിയ പ്രതിധ്വനി ഉണ്ടാക്കുന്നതുമായ പുകഴ്ത്തലും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതായത് ദിവ്യ എസ് അയ്യർക്ക് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന രാകേഷിനോട് അത് ഒരു എന്താണ് പറയുക ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ ആ സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കും അവർ പുകഴ്ത്തിയത്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അതിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയമാണല്ലോ. കേരളം എല്ലാം ചിന്തിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ വാഴ്ത്തുപാട്ടുകാരുടെ കാലം എന്ന് നമ്മൾ പരിഹസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാഴ്ത്തുപാട്ടിൻ്റെ ഒപ്പം നിൽക്കാൻ തങ്ങൾക്ക് സൗകര്യമില്ലെന്ന് CPI പറഞ്ഞതും ചില ഘട്ടങ്ങളിൽ CPIൻ്റെ പിണറായി സർക്കാർ എന്ന് പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതും ജനീകം അവരുടെ എഡിറ്റോറിയൽ ഇന്നേ വരെ LDF ഗവൺമെൻറ് എന്ന് എഴുതിയതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതും ഇതുമായിട്ടൊരു ബന്ധം ഞാൻ കാണുന്നില്ല. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസും UDFും അവർക്ക് താല്പര്യമുള്ള ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത് രാഷ്ട്രീയമായിട്ട്. ആ ഒരു ഘട്ടത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഒരു നേതാവിൻ്റെ ഭാര്യയിൽ നിന്നും ഒരു പുകഴ്ത്തൽ ഉണ്ടാകുമ്പോൾ ആ പുകഴ്ത്തലാണ് നാളെ CPMൻ്റെ മുദ്രാവാക്യം. അതാണ് വിഷയം. ഇന്ന് നോക്കൂ, എല്ലാവരെയും അതിൽ തന്നെ പൊക്കിപ്പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത നിസ്സാരമല്ല. ആ രാഷ്ട്രീയമാണ് കോൺഗ്രസ് ആ അസ്വസ്ഥത ഏതൊക്കെ രൂപത്തിൽ പുറത്തു വരുന്നു എന്നുള്ളത് കോൺഗ്രസും പരിശോധിക്കേണ്ടതാണ്. ശ്രീ റെജി ലൂക്കോസിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾക്ക് അവസാനമായി ഒരു 30 സെക്കൻഡ് തരാം, പറയാമോ? സമയമില്ലാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇതിലെ ശക്തമായ രീതിയിലുള്ള മറുപടി ലഭിക്കേണ്ട വ്യക്തി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇതിനെക്കുറിച്ച് അഭിപ്രായിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? നോ കമൻസ് എന്നാ പറഞ്ഞേ. എന്താ കാരണം? ബഹുമാനപ്പെട്ട BD സതീശന് അറിയാം, ദിവ്യ എസ് അയ്യരെ പോലെ പോപ്പുലറായിട്ടുള്ള ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന IAS ഉദ്യോഗസ്ഥരുടെ കൃത്യമായ മറുപടിക്ക് അല്ലെ അദ്ദേഹത്തിന്റെ അവരുടെ പ്രതികരണത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ തിരിയും, രാഷ്ട്രീയപരമായി തിരിച്ചടി ഉണ്ടാവും. കേരളത്തിലെ ജനങ്ങൾ അത് ശക്തമായി പ്രതികരിക്കുന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നോ കമൻസ് എന്ന് പറഞ്ഞത്. അതുമാത്രം മതി. ഈ കോൺഗ്രസ്സുകാര് സമനില തെറ്റിയിരിക്കുന്നു. നല്ലൊരു കൗൺസിലിങ്ങിന് ചില നേതാക്കന്മാരെ വിധേയമാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് ഒരു പക്ഷേ കുറച്ച് പക്വതയോട് വരുമെന്നാണ് പ്രതീക്ഷ. പ്രതിപക്ഷ നേതാവ് നടത്തിയത് ശബരിനാഥിന് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതിയിട്ടാണെങ്കിലോ? അങ്ങനെയാവാലോ. ശബരിനാഥിനെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്ന് കരുതിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഈ കേരളത്തിലെ പ്രതിപക്ഷം അത് എൻഡോഴ്സ് ചെയ്തതിന് തുല്യമല്ലേ? അത് ശക്തമാണ്. അദ്ദേഹത്തിനെ വില കുറഞ്ഞ് കാണിക്കുന്നതിന് മുമ്പ് തുല്യമല്ലേ ഈ മറുപടി എന്ന് പറയുന്നത്? ശബരിനാഥിനെ അവർ പുറത്താക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പുകച്ചു ചാടിക്കുന്നുള്ള ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം ശബരിനാഥിനെതിരെ വരുന്ന ട്രോളുകൾ അദ്ദേഹത്തെ പോലെയുള്ള മിടുക്കനായ ഒരു കോൺഗ്രസിന്റെ യുവ നേതാവിനെ ഇത്രയധികം ആക്ഷേപിക്കുന്നതിൽ നിന്നും എന്താ വരുന്നത്? ഇവിടെ ശ്രീകുമാർ സാർ പ്രതികരിച്ചു. ദിവ്യയുടെ പോസ്റ്റ് തെറ്റായി പോയി എന്ന വാർത്താക്കുറിപ്പിറക്കിയ ശബരിനാഥിനെതിരെ എന്തിനാണ് പാർട്ടി നടപടിയെടുക്കുന്നത്? അല്ല ദിവ്യ എസ് അയ്യരോട് തന്റെ ഭാര്യയുടെ ആ പോസ്റ്റ് സദുദ്ദേശത്തോടെ ആയിരുന്നു, നല്ല ഉദ്ദേശത്തോടെ ആയിരുന്നു. ശബരിനാഥിന് അറിയാം ആ ഒരു വരിക്ക് പ്രാധാന്യമില്ലേ? അല്ല, ഒരു വരി മാത്രം രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ഒന്ന് കേൾക്കൂ. രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സദുദ്ദേശപരമെങ്കിലും അതിലൊരു വീഴ്ചയുണ്ട്.
സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കാം, പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ല. അതിനാൽ ദിവ്യ നടത്തിയ പ്രതികരണം പെട്ടെന്ന് സർക്കാർ തലത്തിൽ നിന്നും രാഷ്ട്രീയ തലത്തിലേക്ക് മാറി എന്ന് പറയുമ്പോൾ അത് പിഴവാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലാക്കൽ. ഇല്ല, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ അദ്ദേഹം പരസ്യമായിട്ട് സതുദ്ദേശത്ത് പറഞ്ഞ എന്താ, അത് തന്റെ ഭാര്യ ഉദ്ദേശിച്ചത് ശരിയാണെന്നുള്ളതാണ്. അതിലപ്പുറം എന്താണ് അദ്ദേഹത്തിന്റെ വഴി പുറത്തേക്കാണെന്നുള്ളൊരു ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ശബരിനാഥിനെ പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? കുറെ തവണയായി പല നേതാക്കളിലായ പ്രതികരണം വരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അദ്ദേഹത്തിനെ കോൺഗ്രസ് നിന്ന് പോച്ച് ചാടിക്കണമെന്നുള്ള അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് അവർ പോച്ച് ചാടിച്ചാൽ അദ്ദേഹം അനാഥനാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതൊക്കെ തീരുമാനിക്കേണ്ട പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരാ. നമുക്ക് പറയാനുള്ള ഇതൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ നോ കമന്റ്സ് എന്നുള്ള മറുപടിയാണ് യഥാർത്ഥത്തിലുള്ള മറുപടി എന്ന് പറയുന്നത്. പിന്നെ ഈ വാപോയ കോടാലികളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് നാളെ ഒന്നും കിട്ടാനില്ലെന്ന് അവർക്ക് വ്യക്തമായിട്ട് ജനങ്ങൾ എഴുത്തള്ളിയവരുടെ നേതാക്കന്മാര് നടത്തുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് നല്ല പൊസിഷൻ കിട്ടും, അല്ലെങ്കിൽ വീട്ടിലിരിക്കും എന്നുള്ള സന്ദേശം കൂടി ഇതിലുണ്ട്. ഇതിൽ മാത്രമല്ല പല സംഭവങ്ങളിലായി അത്തരം സൂചനകൾ ലഭിക്കുകയാണ്. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്, എൻ ശ്രീകുമാർ, കെ ഷാജി, ശ്രീജിത്ത് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.